ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീഡിയോ തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിലാണ്. അതായത് ആ മണ്ണുത്തി NH ഉണ്ടല്ലോ, ഡോൺ ബോസ്കോ സ്കൂള്, അവിടുന്ന് വെറും ഒരു 3.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടീസ്, വീടുകളോ പറമ്പോ അങ്ങനെ ഏതെങ്കിലും സെയിൽ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഞങ്ങളത് സെയിൽ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. വിശദവിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെടുക. ഈ വീട് 2 വശം വീതി കൂടിയ ടാറിനോട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാം 5 മീറ്ററോളം വീതി വരുന്ന ടാറിനോടാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലോട്ടാ ഒരു യു ഷേപ്പാണ് ഇവിടെ റോഡ് കൊടുത്തിരിക്കുന്നത്. നല്ല വീതി കൂടിയ റോഡ് തന്നെയാണ് ടാറിനോട് കൂടി കൊടുത്തിട്ടുള്ളത്. നല്ലോണം ധാരാളം വീടുകളുള്ള ഒരു ഏരിയ തന്നെയാണിത്. ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഒരു 20ഓളം വീടുകളാണ് ഈ വില്ലയിലുള്ളത്. ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ ഉള്ളൂ, അത്ര അടുത്താണ്, നമുക്ക് കാണാം. അത്ര അടുത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട് ഒരു താമസിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആർക്കിടെക്റ്റാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഒരു എഞ്ചിനീയറെ വെച്ചിട്ട് അവർ തന്നെ ഡിസൈൻ ചെയ്തിട്ട് നല്ല രീതിയിലാണ് ഇവിടെ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 450 സെൻറ്റ് സ്ഥലത്ത് 1850 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ടാണ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളത്. സംഗതി 4 ബെഡ്റൂമിനുള്ള സ്പേസ് ഉണ്ട്, നമുക്ക് വീഡിയോയിൽ കാണാം. നല്ലൊരു വെറൈറ്റി മോഡലാണ് കേട്ടോ. എലിവേഷൻ നമുക്ക് കാണാം. നല്ല ധാരാളം LED ബൾബും ടസ്റ്റർ വർക്കുകളും ടൈൽ വർക്കുകളും നല്ല ഡിസൈനൊക്കെ നല്ല എന്താ പറയുക, വെറൈറ്റി ഡിസൈനിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല വീതി കൂടിയ ഒരു സ്ലൈഡിംഗ് ആയിട്ടാണ് വീടിൻ്റെ മുൻവശത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ടൈലൊന്നും പാകിയിട്ടില്ല. ടൈലൊക്കെ വിരിക്കണമെങ്കിൽ നമുക്ക് പോർച്ച് ടൈലൊക്കെ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വെക്കാം. നമ്മൾ ഇന്നോവ പോലുള്ള വാഹനമൊക്കെ നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് പാർക്ക് ചെയ്യാം. നല്ല വീതി കൂടിയ വാഹനം ഇവിടെ പാർക്ക് ചെയ്യാം. ഒരു വെറൈറ്റി ഡിസൈനിലാണ് ടൈൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് കാണാം ചുമരിലെല്ലാം ധാരാളം ടൈൽ വർക്കുകളും LED ബൾബുകളും കളർ പെയിൻറ്റിങ്ങും ടസ്റ്റർ വർക്കും നല്ലൊരു വെറൈറ്റി എലിവേഷനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വടക്കോട്ട് ദർശനമായിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തായിട്ട് തന്നെ ഒരു ഓപ്പൺ വെല്ല്, ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ. എത്ര വലിയ പ്രളയം വന്നാലും ഇവിടെ വെള്ളം കയറാത്തൊരു ഏരിയയും കൂടിയാണ്. നല്ല വേനൽക്കാലത്തോട് ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ്. നല്ല വീതി കൂടി ഒരു സിറ്റ് ഔട്ടാണ്, അതും ഗ്രാനൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫുൾ ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ട്, ഓപ്പൺ സിറ്റ് ഔട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തേക്കൂട്ടിലാണ് ഡബിൾ പാളി ഡോറ് കൊടുത്തിട്ടുള്ളത്. പോളിഷ് എല്ലാം ചെയ്ത് നല്ല മനോഹരമാക്കിയിട്ടുള്ള ഡോറ് തന്നെയാണ് മുൻവശത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രാനൈറ്റ് ഡിസൈനുള്ള ടൈൽ വർക്കാണ്. 2x4 സൈസുള്ള ടൈലാണ് ഫ്ലോർ ടൈലിനായിട്ട് ഇവിടെ ഈ ലിവിംഗ് ഹാളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് വിൻഡോസ്, ഫുൾ ലെങ്ത് വിൻഡോസിലൂടെ കൊടുത്തിട്ടുള്ളത്. തേക്കൂട്ടിൽ തന്നെയാണ് അതും കൊടുത്തിരിക്കുന്നത്. മുകൾ വശത്തെല്ലാം കൺസീൽഡ് ആയിട്ടാണ് LED ബൾബ് കൊടുത്തിട്ടുള്ളത്. ലിവിംഗ് ഹാളിൽ ഒരു സൈഡിലായിട്ട് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. നല്ലൊരു മൾട്ടിവുഡിലുള്ള ഒരു TV യൂണിറ്റാണ്. അതൊരു വെറൈറ്റി ഡിസൈനിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു ആർച്ചോട് കൂടിയാണ് നമ്മുടെ ലിവിംഗ് ഹാളിൽ നിന്ന് ഡൈനിങ് ഫുൾ ലെങ്ത്ത്, അത് നല്ല ഹൈറ്റുള്ള ഒരു ആർച്ചാണ് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ചത്. അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോക്സിഡ് കൂടി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിൻ്റെ ഒരു സൈഡിൽ വാൾ ടൈൽ കൊടുത്തിട്ട് നമുക്ക് കാണാം. അത് ഈ താഴത്തു നിന്ന് ഏറ്റവും മുകൾ വശത്തേക്ക് വരെ, അതായത് വെളിച്ചം സൂര്യപ്രകാശം ഉണ്ട്, ചെറിയ വെളിച്ചം ധാരാളം മുകൾ വശത്ത് നിന്ന് അടി വരെ വരുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിലായിട്ട് പർഗോളയും അതിനുള്ളിൽ LED ബൾബുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റി ആണ് ഇവിടെ ഡൈനിങ് ഹാളിലും സെറ്റ് ചെയ്തിട്ടുള്ളത്. ധാരാളം LED ബൾബ് കൺസീൽഡ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഒരു സൈഡിലായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കബോർഡ് വർക്കൊന്നും ചെയ്തിട്ടില്ല, അതൊക്കെ ചെയ്ത് തരുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ റേറ്റ് നമുക്ക് കുറച്ച് ചോദിക്കാവുന്നതേ ഉള്ളൂ. ആദ്യത്തെ ബെഡ്റൂം ഡൈനിങ് ഹാളിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതേ ടൈൽ തന്നെയാണ്, വീതി കൂടിയ ടൈൽ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു 12 സൈസാണ് ബെഡ്റൂമിൻ്റെ അളവായിട്ട് കൊടുത്തിട്ടുള്ളത്. കൺസീൽഡ് ആയിട്ട് തന്നെയാണ്, ഉള്ളിലായിട്ട് തന്നെയാണ് ഇവിടെ LED ബൾബ് കൊടുത്തിട്ടുള്ളത്.
3 പാളി കള്ളികളോട് കൂടിയാണ് ഇവിടെ കബോർഡ് വർക്ക് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ചെയ്തിട്ടില്ല. കബോർഡ് വർക്ക് നമുക്ക് ഏതാണ് മോഡൽ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂം, നല്ല തരം കമ്പനിയുടെ മെറ്റീരിയലാണ് ബാത്റൂം ഫിറ്റിങ്സിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ നല്ല വെറൈറ്റി ഡിസൈനോട് കൂടിയിട്ടുള്ള ടൈലാണ് എല്ലാ ബാത്റൂമിലും കൊടുത്തിട്ടുള്ളത്. ചുമരിലെല്ലാം ധാരാളം വെറൈറ്റി ഡിസൈനിലുള്ള ബൾബ്, LED ബൾബുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങിൽ നിന്ന് തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമും കൊടുത്തിട്ടുള്ളത്. ഒരു 10-12 ഈ ബെഡ്റൂമിൻ്റെ അളവായിട്ട് കൊടുത്തിട്ടുള്ളത്. അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. കബോർഡ് വർക്കൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ സെൻറ്ററിൽ മിററൊക്കെ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിൽ അതിന് മൾട്ടിവുഡ് വേണോ അല്ലെങ്കിൽ അതിന് UV ഷീറ്റ് വേണോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് നമുക്ക് കുറച്ച് ചോദിക്കാവുന്നതും കൂടിയാണ്. അറ്റാച്ച്ഡ് ബാത്റൂം, എല്ലാ ബാത്റൂമിലും ഹീറ്ററുള്ള പോയിന്റുകളും സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഒരു കിച്ചൺ, ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണാം ഒരു മൾട്ടിവുഡുള്ള ഒരു ഓപ്പൺ കിച്ചൺ. ധാരാളം LED ബൾബും ഇവിടെയും ഡിസൈനിൽ നല്ല വെറൈറ്റി ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. ഒരു തേക്ക് വുഡിൻ്റെ ഡിസൈനിലുള്ള ഫ്ലോർ ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ വാളിൽ സൈഡിലെല്ലാം നല്ല ടൈലെല്ലാം കൊടുത്തിട്ടുണ്ട്. വാൾ ടൈലെല്ലാം ഫുള്ളായിട്ടും കൊടുത്തിട്ടുണ്ട്. ധാരാളം കബോർഡ് വർക്ക് ഇവിടെ ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ ഫെറോസിബിലിൽ കള്ളികൾ തിരിച്ചിട്ടുള്ളത്. നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. കബോർഡ് വർക്ക് എല്ലാ ഭാഗങ്ങളിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ഓപ്പൺ കിച്ചനായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്നു. ഇതേ വുഡ് ഡിസൈനിൻ്റെ മാച്ചിങ്ങിൽ തന്നെയാണ് വർക്ക് ഏരിയയിലും കൊടുത്തിട്ടുള്ളത്. ഒരു പുകയില്ലാത്ത അടുപ്പ് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പെയിൻറ്റിങ് സാധനങ്ങളെല്ലാം ബാക്കി കിടക്കുന്ന കാരണം അത് ഒരു ഭാഗത്തായിട്ട് കിടക്കുന്നുണ്ട്. വാഷ് ഏരിയ നമുക്ക് കാണാം. പുറത്തേക്ക് പ്രൊജക്ഷനിൽ നിൽക്കാവുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സേഫ്റ്റി ഗ്രില്ലും സേഫ്റ്റി ഡോറെല്ലാം ഇവിടെ വർക്ക് ഏരിയയിലും കൊടുത്തിട്ടുണ്ട്. ഒരു പോയിന്റാണ്, വാഷിംഗ് മെഷീനുള്ള പോയിന്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കോമൺ ബാത്റൂം, ഇവിടെ ഇന്ത്യൻ ക്ലോസറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സേഫ്റ്റി ഡോറും സേഫ്റ്റി ഗ്രില്ലും എല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് കിടക്കുന്ന ഭാഗമാണ്. ഇവിടെ ഇനി ബേബി മെറ്റൽ വിരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാതെ ടൈലാണ് വിരിക്കുന്നതെങ്കിൽ നമുക്ക് മുറ്റത്ത് നിറയെ ടൈല് വിരിക്കാവുന്നതേ ഉള്ളൂ. ഏതാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ പുറകുവശത്തൊക്കെ ധാരാളം വീടുകളുള്ള ഒരു ഏരിയ തന്നെയാണിത്. 4,750 സെൻറ്റ് സ്ഥലത്ത് 1,850 സ്ക്വയർ ഫീറ്റിൽ ഇപ്പോൾ ഓൾറെഡി 3 ബെഡ്റൂമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 4 ബെഡ്റൂമിലുള്ള സ്പേസ് മുകൾ വശത്തായിട്ടുണ്ട്. അതിന് ഉടമ ഉദ്ദേശിക്കുന്ന വില വെറും 58 ലക്ഷം രൂപയാണ്. വില നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാവുന്നേ ഉള്ളൂ. ഈ കണ്ട പിടിയുള്ള റേറ്റാണ് 58 ലക്ഷം. അതൊക്കെ നേരിട്ട് നമുക്ക് ഇത് സംസാരിച്ച റേറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്താവുന്നതേ ഉള്ളൂ. അതുപോലെ നിങ്ങളുടെ കൈവശം നിങ്ങളുടെ വസ്തുക്കളോ വീടുകളോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി കച്ചവടത്തിനായി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായി ബന്ധപ്പെടുക. ഞങ്ങളത് സെയിൽ ചെയ്യാൻ ഞങ്ങൾ സഹായിക്കുന്നതാണ്. പറമ്പായിക്കോട്ടെ, ഇനി തോട്ടങ്ങളായിക്കോട്ടെ, വീടുകളായിക്കോട്ടെ, എന്തായാലും നിങ്ങൾക്ക് വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഞങ്ങളത് വിൽക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. നിങ്ങളുടെ നമ്പർ തന്നെയാണ് ഡയറക്റ്റ് കൊടുത്ത് നിങ്ങളെ പാർട്ടി വിളിക്കാവുന്ന രീതിയിലോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് വിൽക്കാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഇത് മുകൾ വശത്തെ ഹാളാണ് കേട്ടോ. ഒരു L ഷേപ്പ് ഹാളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ കണ്ടുല്ലോ. അത് മുകൾ വശത്തെ 3ാമത്തെ ബെഡ്റൂം കേട്ടോ. വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും കബോർഡ് വർക്ക് മൊത്തത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് തരുന്നതായിരിക്കും. അറ്റാച്ച്ഡ് ബാത്റൂം, വെറൈറ്റി ടൈലുകളാണ് എല്ലാ ബാത്റൂമുകളിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ സോളാറിനുള്ള പൈപ്പുകളെല്ലാം മുകൾ വശത്തായിട്ട് തന്നെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് അത് ചാർജ് ചെയ്യാവുന്നതേ ഉള്ളൂ.
നമുക്ക് കാണാം ഒരു എൽ ഷേപ്പ് ഹാളാണ് മുകൾ വശത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു കോമൺ ബാത്റൂമും ഈ ഹാളിൽ കൊടുത്തിട്ടുണ്ട്. ഇതാ സെപ്പറേറ്റ് ഒരു കോമൺ ബാത്റൂമും. ഒരു എൽ ഷേപ്പ് ഹാളിൽ നിന്ന് ഇവിടെ നിന്നാണ് നമ്മൾ ഇപ്പുറത്തെ ഉള്ളിലോട്ട് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നത്. നമുക്ക് കാണാം ഈ ഭാഗമാണ് ഞാൻ പറഞ്ഞ ഒരു ബെഡ്റൂമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള സ്പേസ്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ് ഈ ഭാഗം കൊടുത്തിട്ടുള്ളത്. നല്ല വലിപ്പത്തിലുള്ള ഒരു ഭാഗം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് വേണമെങ്കിൽ ഒരു കോമൺ ബാത്റൂം ഇപ്പുറത്ത് ഹാളിൽ കൊടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു ഇന്റീരിയൽ വെറൈറ്റി ഡിസൈനിലൊക്കെയാണ് ഇത് മറ്റേ ഇരിക്കാവുന്ന രീതിയിലൊക്കെ ഗ്രാനൈറ്റ് വെച്ചിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ റൂമിൽ നിന്നാണ് നമ്മൾ പുറത്തേക്ക് ബാൽക്കണിയിലേക്ക് കിടക്കുന്നത്, മുകൾ വശത്തുള്ള ബാൽക്കണിയിലേക്ക്. നല്ല വീതി കൂടി ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ മുകൾ വശത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി തന്നെയാണ്. നല്ലൊരു വെറൈറ്റി ഡിസൈനിലാണ് ഈ വീട് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വടക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു വാസ്തുവിധി പ്രകാരം തന്നെയാണ് ഇവിടെ എല്ലാ ഭാഗങ്ങളും, ബെഡ്റൂം ആയാലും എല്ലാ ഭാഗങ്ങളും അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. 4,750 സെൻറ്റ് സ്ഥലം, അതായത് 5 സെൻറ്റ് തകിയില്ല, 1,850 സ്ക്വയർ ഫീറ്റിൽ വടക്കോട്ട് ദർശനമായിട്ടുള്ള ഈ വീടിന് ഉടമ ഉദ്ദേശിക്കുന്ന വില 58 ലക്ഷം രൂപയാണ്. ഇത് പുറത്തിട്ട് ഒരു ഓപ്പൺ ടെറസാണ്. ഇവിടെ മഴയുടെ ഇതുള്ള നിൽക്കുന്ന കാരണം പെയിൻറ്റൊന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ ചെയ്ത് തരുന്നതായിരിക്കും. ഏറ്റവും ടോപ്പിലേക്ക് കയറുന്നതിനുള്ള സ്റ്റെയറാണ് ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ വാഷിംഗ് മെഷീനുള്ള പോയിന്റ് ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ധാരാളം വീടുകളുള്ള ഒരു നല്ലൊരു സൂപ്പർ ഏരിയയിൽ തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ചുറ്റും നല്ല ധാരാളം വീടുകളുള്ള ഒരു ഏരിയ. എത്ര വലിയ പ്രളയം വന്നാലും വെള്ളം കയറാത്ത ഒരു ഏരിയ തന്നെയാണ്. തൃശ്ശൂർ ടൗണിൽ നിന്ന് ഇവിടേക്ക് ഒരു 9.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് തൃശ്ശൂർ ടൗണിൽ നിന്ന്. അവിടെ NH ഉണ്ടല്ലോ, ആ ഡോൺ ബോസ്കോ സ്കൂളിൽ അവിടെ നിന്ന് ഒരു 3.5 കിലോമീറ്റർ ദൂരം. ബസ് റോഡിൽ നിന്ന് വെറും 100 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക. അതുപോലെ ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തൊരു വീടിൻ്റെ പുതിയ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.